കേരള സർവകലാശാലയിൽ പോരുമുറുകുകയാണ്. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ചുമതലയേറ്റതിൽ VC സിസ തോമസിന് അതൃപ്തിയുണ്ട്. രാവിലെ സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാർ അനിൽകുമാർ നാടിന്റെ സ്വത്താണ് സർവകലാശാലയെന്ന് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം, നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. അദ്ദേഹത്തെ രജിസ്ട്രാറായി വീണ്ടും നിയമിച്ചത്. രജിസ്ട്രാർ ചുമതലയേൽക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ വൈസ് ചാൻസലർ സിസ തോമസിന് അതൃപ്തിയുണ്ട്. സിസ തോമസ് ആ യോഗത്തിൽ നിന്ന് പോയതിനു ശേഷം ജോയിന്റ് രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുത്തതിലും വൈസ് ചാൻസലർക്ക് അതൃപ്തിയുണ്ട്. ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. എന്നാൽ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ വിശദീകരണം നൽകുന്നത് വൈകും. ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പോകുവാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ രജിസ്ട്രാർക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞത്. കാരണം കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ പ്രതികരണം ഇല്ല എന്ന് ഷിജു ഖാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. കേരള സർവകലാശാലയിൽ താൽക്കാലിക VC സിസ തോമസ് ഒരു വശത്തും മറുവശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇതിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് ഇന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തുകയും ചെയ്തു. ഇതിൽ വലിയ അതൃപ്തിയിലാണ് താൽക്കാലിക VC ആയ സിസ തോമസ്. അതേസമയത്ത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഈ വിഷയം വരുന്നത്. രജിസ്ട്രാർ അനിൽകുമാർ നേരത്തെ നൽകിയിരുന്ന ഹർജി ഇപ്പോൾ സസ്പെൻഷൻ റദ്ദായ സാഹചര്യത്തിൽ പിൻവലിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യം കോടതിയെ രജിസ്ട്രാർ അറിയിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് കോടതി നടപടികളുടെ വിവരങ്ങളുമായിട്ട് ആജ്ഞ രവീന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ഡാൻ, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണല്ലോ കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ KS അനിൽകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായത് ഭാരതാംബ വിഷയത്തിലെടുത്ത നിലപാടിന്റെ പേരിലാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക്, ഇപ്പോൾ സർവകലാശാല ചട്ടങ്ങൾ പരിഗണിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കോടതി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും സിൻഡിക്കേറ്റിന്റെ പ്രതീക്ഷ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റിന്റെ നടപടി കോടതി അംഗീകരിക്കും എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിപ്പോൾ സസ്പെൻഷനിലല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KS അനിൽകുമാർ കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ പോകുന്നു, അതായത് ഹർജി പിൻവലിക്കാൻ പോകുന്നത്. മഞ്ജുഷ്, വൈസ് ചാൻസലർ സാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് ഇന്നലെ ഈ വൈസ് ചാൻസലർ സിസ തോമസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷവും ഈ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെതിരെയാണ് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സിസ തോമസ് തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അവർ ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം വൈകുന്നേരം 4 മണിയോടെ രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അതിലാണ് ജോയിന്റ് രജിസ്ട്രാറോട് VC വിശദീകരണം തേടിയത്. പക്ഷേ ഈ വിശദീകരണം നൽകാൻ തയ്യാറാകാതെ അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കം 14 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കം ജോയിന്റ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ കോടതി ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനമാകും ഇനി നിർണായകമായി മാറുക. എന്തായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് കടക്കാതെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും
ഒരു വശത്ത് മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വശത്ത് വൈസ് ചാൻസലർ, മറുവശത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. നാടകീയമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സമാനമായ സ്ഥിതിവിശേഷം ഇന്നും ഉണ്ടാകാനാണ് സാധ്യത. 11 മണിക്ക് ശേഷം ഇവിടേക്ക് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് എത്തിയേക്കും. SFIയുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയിലാണ് സർവകലാശാല ആസ്ഥാനവും പരിസരവും. ഡാൻ, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ മോഹനൻ കുന്നുമ്മേൽ വൈസ് ചാൻസലറായ സമയത്ത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരുന്നുവല്ലോ. ആ രീതിയിൽ ഇപ്പോൾ സിസ തോമസ് താൽക്കാലിക VC ആയിട്ട് ചുമതല ഏറ്റെടുത്തതോടുകൂടി അവരും അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുമോ? അങ്ങനെയുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതിനു ശേഷം വൈസ് ചാൻസലർ വീണ്ടും ഇടപെടാൻ പോകുന്നു എന്നൊരു സൂചന വരുന്നുണ്ടോ? മഞ്ജുഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടെ വരികയാണ്. ഈ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വൈസ് ചാൻസലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് രാജ്ഭവനിൽ നിന്ന് വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണല്ലോ പോകുന്നത്. ഡാൻ, റിപ്പോർട്ട് ഗവർണർ തേടിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഇന്നലെ നടന്ന നാടകീയ രംഗങ്ങളിലാണ് ഇപ്പോൾ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം കൂടാനിടയായ സാഹചര്യവും വൈസ് ചാൻസലർ ഇല്ലാത്ത സമയത്ത് സിൻഡിക്കേറ്റ് യോഗം കൂടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതും ഇക്കാര്യം വിശദീകരിക്കണം എന്നാണല്ലോ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ VC മോഹനൻ കുന്നുമ്മേൽ നടത്തിയ അതേ നടപടിക്രമം തന്നെ ആവർത്തിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകാൻ പോകുന്നത് സിൻഡിക്കേറ്റ് യോഗം നിയമവിരുദ്ധമായിരുന്നു എന്നാണല്ലോ. അത് തന്നെ, അതായത് നിയമസാധുത ഇല്ലാതെയാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. തന്റെ അസാന്നിധ്യത്തിൽ താൻ അധ്യക്ഷത വഹിച്ച് അവിടെ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷം വീണ്ടും അവിടെ കൂടി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ നിയമസാധുത ഇല്ലാതെ രാഷ്ട്രീയ താൽപര്യങ്ങളോടെ മാത്രമാണ് എന്ന നിലപാട് ഡോക്ടർ സിസ തോമസ് ഗവർണറെ, ചാൻസലർ കൂടിയായ ഗവർണറെ നേരിട്ട് അറിയിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത്യന്തം നാടകീയമായ ആ രംഗങ്ങളിലേക്ക് സർവകലാശാല ആസ്ഥാനത്തെ ഭാരതാംബ വിവാദം വഴിമാറുന്നുവെന്ന് വേണം പറയാൻ. ഗവർണർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുക്കുന്ന തുടർ നീക്കങ്ങൾ എന്താകും എന്നതും രാഷ്ട്രീയ കേരളം ഉദ്വേഗത്തോടെ നോക്കിക്കാണുകയാണ്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വരുന്നതിന് മുമ്പ് ഗവർണർ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നതോടെ ഏത് തരത്തിലായിരിക്കും ഇനി ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. ഗവർണറുടെ അറിവോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജ്ഭവനിലേക്ക് സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി ഇടത് യുവജന സംഘടനകൾ എത്തുന്ന സാഹചര്യമുണ്ടായത്. അത് കൃത്യമായി ശരിവെക്കുന്ന തരത്തിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുമ്പോൾ ഇത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കുകയാണ്. അതായത് ഗവർണർ എടുക്കുന്ന നിലപാട് VCക്ക് അനുകൂലമായിട്ടായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രജിസ്ട്രാറും ജോയിന്റ് രജിസ്ട്രാറും എന്ത് തുടർ നീക്കങ്ങളായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഇനി ചർച്ചയായി മാറാൻ പോകുന്നത്. അതീവ